ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ ഫാമിലിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മളിതാ ഹാർദവമായിട്ട് നമ്മുടെ ഇലഞ്ഞിപ്പൂക്കളിലേക്ക് സ്വാഗതം പറയുന്നുണ്ട്. ഇന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുറേ ദിവസമായിട്ട് ഒരു കുളിസോപ്പ് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. അങ്ങനെ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു കുളിസോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള കെമിക്കൽ നമ്മൾ വാങ്ങി. അപ്പോൾ ഈ കെമിക്കലിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുളിസോപ്പ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ആദ്യം ചേർക്കേണ്ടത്, ഏതൊക്കെ അളവിലാണ് ചേർക്കേണ്ടത് എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ ചേർക്കുന്ന ഒരു സുഗന്ധം ഉണ്ട്. ശരിക്കും നല്ല ഒരു മെഡിമിക്സ് സോപ്പിനൊക്കെ നമ്മൾ ചേർക്കത്തില്ലേ, ആ ഒരു മണമാട്ടോ ഇതിനുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ടാൽക്കം പൗഡറാണ്. പിന്നെ ഇത് അതിൽ ചേർക്കുന്ന കളറാണ്. പിന്നെ ഇതിലുള്ളത് ഫസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളിത് കലക്കി ചേർക്കാനുള്ളത് ഒരു കല്ലുപ്പ് പോലെ ഉള്ള ഒരു, കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു തരിതരിയുള്ള ഒരു സാധനം, അതായത് കല്ലുപ്പ് പോലെ ഇരിക്കും. കാസ്റ്റിക് സോഡ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 600 ml വെള്ളമാണ് എടുക്കേണ്ടത്. ഈ 600 ml വെള്ളത്തിലാണ് നമ്മൾ ഈ കാസ്റ്റിക് സോഡ കലക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ടിയിൽ 600 ml ഒരു കുപ്പിയിൽ കറക്റ്റ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു PVC പൈപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു 600 ml വെള്ളം ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ആദ്യമായിട്ടുള്ള കലാപരിപാടികൾ, കുളിസോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള കലാപരിപാടികൾ നമ്മൾ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഈ ഒരു കാസ്റ്റിക് സോഡ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർക്കുക. ഇതിനാണെങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ നല്ല ചൂട്, ഒരു സ്മെല്ലോട് കൂടിയത് കേട്ടോ. ഇത് ഭയങ്കര അപകടകാരിയായ ഒരു സാധനമാണ്. അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ വെള്ളത്തിലോട്ട് വീഴുമ്പോൾ തന്നെ ഇത് അങ്ങ് വെള്ളവുമായിട്ട് കുറേശ്ശെ ലയിച്ച് വരും. പക്ഷെ അതിനനുസരിച്ച് നല്ല ചൂട്, ആ പൈപ്പിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുകയൊന്ന് വെളിയിലോട്ട് വരുന്നുണ്ട്. നല്ല ചൂടാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലോട്ടൊക്കെ അങ്ങനെ തുളഞ്ഞ് കയറുന്ന രീതിയിലുള്ളൊരു ആ ഒരു കണ്ടോ, ആ പൈപ്പിൽ നിന്നൊക്കെ പുക വരുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല നന്നായിട്ട് നമ്മളിത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നന്നായിട്ട് അങ്ങനെ തിളച്ച പോലെ നല്ല ചൂടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ആറുന്നതിന് വേണ്ടി നമ്മളൊരു 6 മണിക്കൂർ ഇത് കലക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം. പിന്നെ ഈ 6 മണിക്കൂർ വരെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ബാക്കി കലാപരിപാടികൾ പിന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കണ്ടല്ലോ, സൽമാൻ ഒരുങ്ങുകയാണ്. എന്തിനായിരിക്കും ഇവനിങ്ങനെ ഒരുങ്ങി തകർക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? വേറൊന്നുമല്ല, ഇന്നിപ്പോൾ നമുക്ക് വൈകുന്നേരം ഇന്ന് ഞങ്ങളുടെ അയൽപക്കത്ത് ഒരു കല്യാണമുണ്ട്. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാവാണ് കേട്ടോ. ഓരോരുത്തർ റെഡിയായിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് ഇപ്പോൾ ടൈം ഒരു ഏകദേശം 5 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് പോയിട്ട് പിന്നെയും വേറെ ഒരുപാട് പരിപാടികളുണ്ട്. ഇന്ന് ഇച്ചിരി കറക്കം കൂടുതലാണ് കേട്ടോ. കുറച്ച് അധികം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനുള്ള ദിവസമാണ്. അപ്പോൾ സഫയും സൽമാനും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റിസപ്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ട് ഒരുപാട് ജോലികൾ. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു മരണ വീട്ടിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സുഖമില്ലാതെ ഇക്കാടെ കുഞ്ഞുമ്മ ഇന്നലെ ഇച്ചിരി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ അവരെ കാണാനായിട്ട് പോകണം. അങ്ങനെ ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇന്ന് നമുക്ക്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ വന്നു. അപ്പോഴാണ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ അടച്ച് പൂട്ടി പുറത്തിറങ്ങുമ്പോഴായിരിക്കും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം മറക്കുന്നതല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. ശരിക്കും വീടൊക്കെ അടച്ച് പുറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ എന്തോ മറന്നു എന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ പെട്ടെന്ന് കല്യാണത്തിന് പോകുന്നതല്ലേ, റിസപ്ഷനല്ലേ, പൈസ കൊടുക്കണമായിരുന്നു, അതാണ് മറന്നത്, വേറൊന്നുമല്ല. പൈസ എടുത്ത് വീട്ടിനകത്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി എല്ലാമൊക്കെ കഴിഞ്ഞതാ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി നമ്മൾ താഴെ എത്തി അങ്ങനെ പോവാണ് റോഡിലേക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നിട്ട് 1 കിലോമീറ്റർ പുതിയകാവിൽ അവിടെ ശ്രീദേവി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ റിസപ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കല്യാണ സ്ഥലത്ത് ഇതാ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കല്യാണത്തിന് ഉള്ള പിന്നെ ആ ഒരു വധു. അപ്പോൾ ഇവിടെ എല്ലാവരും ക്യാഷ് കൊടുക്കൽ തകൃതിയായി നടക്കുന്നുണ്ട്. വീഡിയോഗ്രാഫർ ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ നമുക്ക് ഫോട്ടോ എടുത്തു തരാൻ പ്രത്യേകിച്ച് സൽമാനാണെങ്കിൽ പിന്നെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൻ്റെ 7 അടി അയലത്ത് വരത്തില്ല. ദൂരെ നിൽക്കുകയാണ്. വാപ്പച്ചിയും അതുപോലെ തന്നെ പുറത്ത് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ഇനി റിസപ്ഷന് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പോവുക. പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മൾ വന്ന് ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ അത് സംഭവം അങ്ങനെയൊന്നും അല്ല, ബൊഫേ ആയിരുന്നു അവിടെ. അപ്പോൾ പാത്രം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കണം. അതാണ് ഇന്നത്തെ ഈ ഒരു റിസപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്ലേറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് അവരവർക്ക് വേണമെന്നുള്ള സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരിക, കഴിക്കുക. അത് അങ്ങനെ ഒരപ്പം, ഒരു ചപ്പാത്തി, ഒരു പൊറോട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ആർത്തി പണ്ടാരങ്ങളാണ് ഇവർ എന്ന് കരുതണ്ട. ഞങ്ങൾ എന്തായാലും സഭ ഒരു പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പോവുകയാണ്. പിന്നെ കറി സെക്ഷനിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇവിടെ റൈസ് ഉണ്ട് കേട്ടോ, റൈസ് വേണമെന്നുള്ളവർക്ക് റൈസ് ഉണ്ട്. അപ്പോൾ കുറച്ച് റൈസും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പം നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ കപ്പയുണ്ട് കേട്ടോ. കപ്പയും ചിക്കൻ കറിയും കൂടി വേണമെങ്കിൽ കഴിക്കാം. പിന്നെ കപ്പയോട് കൂടെ മുളക് അരച്ചതാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു ആക്രാന്തത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്തോ ഞാൻ മുളക് വാങ്ങിച്ച് വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് മേടിച്ചതിന് ശേഷം നമ്മൾ ടേബിൾ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക, അതൊരു സുഖമായിട്ടുള്ള ഏർപ്പാടാണ്. തിരക്ക് കുറവാണ്. ഒരു 5 മണി ടൈമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഫുഡ് എടുത്ത് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐസ്ക്രീം സെക്ഷനാണ് കേട്ടോ. ഇവിടെ നല്ല മാംഗോ ഫ്ലേവർ സൂപ്പറായിട്ടുള്ള ഐസ്ക്രീം ഉണ്ട്. നല്ല ടേസ്റ്റി ഐസ്ക്രീം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഐസ്ക്രീം ഒന്നും കഴിക്കത്തില്ല. കല്യാണത്തിന് പോയാൽ ഐസ്ക്രീം കഴിക്കുകയില്ല. ഇവിടെ നമ്മൾ അങ്ങനെ ഇല്ലാട്ടോ, നേരെ തിരിച്ചാണ്. ഐസ്ക്രീം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വൈബാണ്. ഐസ്ക്രീം വൈബ് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. ഇനി 1 അല്ല 2 അല്ല 3 അല്ല എത്ര ഐസ്ക്രീം കിട്ടിയാലും അവിടെ കളിച്ചുകൊണ്ടിരിക്കാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. പിന്നെ എന്തായാലും അവിടെ ഞാൻ അതിലെടുത്തു. അപ്പം ഇനി ഇവിടെ അതെല്ലാം കഴിഞ്ഞു, റിസപ്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. കുറച്ച് പർച്ചേസ് കേട്ടോ, അതുകൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ നൈറ്റ് ആയി. അപ്പോൾ പിന്നെ നമുക്ക് സമയത്ത് തിരിച്ച് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെയിലി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ കിളിമാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വരും കേട്ടോ. ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് ഈ ഡെയിലി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്.
അപ്പോൾ നമ്മൾ ഈ ഡെയിലി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. നിറച്ച് ഐറ്റംസ് ഉണ്ട്. കോസ്മെറ്റിക് മുതൽ ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെയുണ്ട്. ഇഷ്ടമാതിരി കളക്ഷനുമുണ്ട് എല്ലാത്തിൻ്റെയും. പക്ഷേ നമുക്ക് ഏതാണോ ആവശ്യം അതെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്തെടുക്കാം. ചൂസ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ നമുക്ക് ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വാങ്ങിച്ച് ഇട്ട് കൊണ്ടുകൊടുത്താൽ മതി. അവർ ബില്ലടിച്ച് തന്നോളും. അതാണ് ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ട്. ഏത് സെക്ഷനിലോട്ട് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവർ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്തു തരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ് കേട്ടോ. ഒരുപാട് വളരെ എല്ലാം ഒരുപാട് വില കൂടിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല നല്ല ക്രീമുകളുണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറിയത് കോസ്മെറ്റിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആ കോസ്മെറ്റിക്കിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ സലുവിന് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സാധനങ്ങൾ അവരവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരെ മരണ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ മഗ്‌രിബ് ടൈമാണ്. ആ ടൈമിൽ ദിക്ർ എടുക്കാനും യാസീൻ ഓതാനും ഒക്കെയായിട്ട് ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അതിൽ പങ്കെടുത്തു. ഇൻഷാ അല്ലാഹ് ദിക്ർ എടുത്തു, യാസീനൊക്കെ ഓതി, ദുആയിലും പങ്കെടുത്തു. അതിനുശേഷം പാത്തിയ പങ്കൊക്കെ കഴിച്ചു. പിന്നെയാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇനിയിപ്പം നേരെ നമ്മൾ ഇപ്പോൾ പുളമ്പള്ളിക്കോണം ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ഇക്കാടെ കൊച്ചാപ്പാട മോളുടെ വീടാണ്. അപ്പോൾ ഇവിടെ ഇനി ഒന്ന് കയറി ജസ്റ്റ് ഒരു വിസിറ്റ് കയറിയിട്ട് വേണം ഇനി നമുക്ക് അടുത്ത കൊച്ചാപ്പാറ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിൽ ആളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബെല്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതിനുള്ളിലാണ് ഈ ഒരു ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നോക്കാം അകത്ത് ആളുണ്ടോ എന്ന്.
നമ്മൾ കൊച്ചാപ്പാടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചാപ്പ ദാ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ വീട്ടിലെ ഉള്ളിലാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേ അപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോപ്പിന്റെ ബാക്കി ചെയ്യാനുണ്ട്. കാരണം 6 മണിക്കൂർ റെസ്റ്റിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിലേക്ക് നമ്മൾ 1200 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കളർ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കളർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അത്ര വലിയ മായമൊന്നും കാണത്തില്ല മില്ലിൽ നിന്ന് ആവുമ്പോൾ. അപ്പോൾ ആ ഒരു പിന്നെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കളർ ഉണ്ട്. ആ ഒരു കളർ പൊട്ടിച്ച് വീത്തണം. കളർ ആ എണ്ണയിലാണ് നമ്മൾ കലക്കിയെടുക്കുന്നത്. ദാ ഇവിടെ ഒരു പച്ച കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും മെഡിമിക്സ് സോപ്പ് ഉണ്ടല്ലോ, മെഡിമിക്സ് സോപ്പിന്റെ അതേ കളറും അതേ സുഗന്ധവുമാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ കളർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു സൈഡിലോട്ട് മാത്രം എണ്ണയിലോട്ട് കൊടുക്കുകയാണ്. കളർ വെളിച്ചെണ്ണയിൽ നേരെ പിടിക്കുന്നത് വരെ ഒന്ന് നമ്മൾ ഇതിനെ ഇളക്കി യോജിപ്പിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇനി വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു എണ്ണയും കളറും തമ്മിൽ ഒന്ന് മിക്സ് ആക്കുക.
ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഒരു 600 ml വെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിരുന്ന കാസ്റ്റിക് സോഡ ഉണ്ടല്ലോ, ആ കാസ്റ്റിക് സോഡ കൂടി ഇതിലോട്ടൊന്ന് വീഴ്ത്തി മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം ആ ഒരു സ്മെല്ലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിപാടി ഇന്ന് ഇവിടെ അവസാനിക്കും. എല്ലാം ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ സോപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ആക്കി ഇപ്പോൾ ഒരു 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 കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കാസ്റ്റിക് സോഡ കൂടി അതിലോട്ട് വീഴ്ത്തിയപ്പോൾ ഒരു കുറച്ചുകൂടി കട്ടിയാവും. ഇനിയിപ്പോൾ അധികം കട്ടിയാവാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സുഗന്ധം കൂടി ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൂട്ട് ആ ഒരു മോൾഡ് എടുത്ത് ആ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇനി ഒരു 12 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 12 ദിവസമൊക്കെ ആകുമ്പോൾ മാത്രമേ ഇത് സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു സ്മെല്ലും കൂടി മാത്രമേ ഉള്ളൂ ചേർക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒരു ത്രില്ലല്ലേ, നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് ഒക്കെ ഉപയോഗിച്ച് തേച്ച് കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ എൻ്റെ മോനെ, അത് ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സോപ്പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നും ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ ഏറ്റവും ശുദ്ധമായിട്ടുള്ളതും അതുപോലെ അതിന് മണവും രുചിയും ഒക്കെ ഏറുമുള്ള ഏത് സാധനമായാലും കേട്ടോ. രുചി എന്ന് പറഞ്ഞാൽ സോപ്പ് ഇപ്പം രുചിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതിന്റെ സ്മെല്ല് കൂടി ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ പച്ച കളറിലുള്ള മെഡിമിക്സ് സോപ്പ് ഉണ്ടല്ലോ, ആ മെഡിമിക്സ് സോപ്പിന്റെ കറക്റ്റ് തനതായിട്ടുള്ള മണം. വാവ് മോനെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ഏറെക്കുറെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ ഇനി മോൾഡ് റെഡിയാക്കി അതിലോട്ട് സോപ്പുകളെല്ലാം സെറ്റ് ആക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് സോപ്പ് കുറുകി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മെഡിമിക്സ് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 80 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന്റെ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. 80 രൂപയ്ക്ക് കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്, 1200 ml വെളിച്ചെണ്ണ ഏകദേശം 400 രൂപയ്ക്ക് പുറത്ത് വേണം. അപ്പൊ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി തേക്കാം. അതാണ് ഇതിന്റെ മെച്ചം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള എണ്ണയിൽ അവരെന്തായാലും ഉണ്ടാക്കി തരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ കോക്കനട്ട് ഓയിലിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. മറ്റതൊക്കെ സിന്തറ്റിക് ഓയിലാണല്ലോ ഏറെക്കുറെ ഉപയോഗിക്കുന്നത്. മുഴുവൻ സിന്തറ്റിക് ഓയിലാണ് 3/4 ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഈ ഒരു വില കിടക്കുന്നത് കൊണ്ട് തന്നെ, വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലായത് കൊണ്ട് തന്നെ സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ചിട്ട് എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ചല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിലിൽ സോപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ആ ഒരു മോൾഡിലോട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സും കൂടി മാത്രമേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് പോയി കിടന്നുറങ്ങാൻ. ഇപ്പൊ ടൈം എത്രയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ. വളരെ വളരെ ഏറെ ടൈം ആയിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി പോയിട്ടൊക്കെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 11 മണി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ എടുത്ത സമയം, അപ്പോൾ സമയം ഒരുപാട് അങ്ങോട്ട് അധികരിച്ച് വരികയാണ് ഗൈസ്. നമ്മുടെ സോപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോൾഡിലേക്ക് സോപ്പ് ഒഴിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഗ്ലാസ് ഇട്ട് കോരി നമ്മൾ മോൾഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു മോൾഡിലായിട്ട് നമ്മൾ സോപ്പ് കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒഴിച്ചപ്പോഴേ കൊളായിട്ടോ. മോൾഡിൽ എല്ലാത്തിലും എല്ലാ സ്ഥലത്തും ആവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനാണല്ലോ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിതാ കറക്റ്റ് ആ ചന്ദ്രിക സോപ്പ് മെഡിമിക്സിന്റെ മണമാണ് കേട്ടോ ഇത്. ചന്ദ്രികയുടെ മണമല്ല, ഇതിന് കറക്റ്റ് മെഡിമിക്സിന്റെ മണമാണ്. നല്ല മണമുണ്ട്, നല്ല കളറും ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സോപ്പ് സക്സസ് എന്ന് പറയാതെ നിവർത്തിയില്ല. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പ്രോസസ്സിങ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ.
നമ്മുടെ കൂളി സോപ്പ് നിർമ്മാണവും കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ള ഒരേ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകണം. പിന്നെ സ്വസ്ഥമായിട്ട് പോയി കിടന്നൊന്ന് ഉറങ്ങണം. അതാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. യാത്രാ ക്ഷീണത്തിൽ പോയിട്ട് വന്ന അതേ പാടിൽ നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ